ആർക്കും എളുപ്പം എങ്ങനെയും കളിക്കാവുന്ന കളി. വർഗീയ കലാപം. മരുന്ന് ഞാൻ നിറയ്ക്കാം, തിരിമച്ചാൻ കൊളുത്തണം. വരണുണ്ട്. മാധവ മാഷല്ലേ? അതെ. നാളെ വെളുക്കണേന് മുമ്പ് മോനെയും കൊണ്ട് ഇവിടുന്ന് കെട്ടുകെട്ടില്ലേ കൊന്നുകളയുമ്പോ. എന്തിനാ കുട്ടി ഇങ്ങനെ കരുതുള്ളത്? ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ താൻ പോണ പ്രശ്നമില്ല അല്ലേ? വണ്ടി എടുക്ക. എന്താ എല്ലാവരും കൂടി? അമ്പലപ്പിരിവായിരിക്കും അല്ലേ? അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ? എന്താണ് ഈ പറയണത്? ഒന്നും മനസ്സിലാവണം. മനസ്സിലാക്കി തരണോ? തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദു ചക്കരെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കയറി തല്ലുവല്ലേ? ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു. 4 അതിൽ കൂടുതലോ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും മാരകായുധങ്ങൾ കൊണ്ടു നടക്കുന്നതും ശിക്ഷാർഹമാണ്. ഭീതി മനസ്സിൽ നിന്ന് വിട്ടുമാറണില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരാദർശത്തിന്. പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധി ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷെ തല്ലി കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന എന്റെ കാല് വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസു. നിങ്ങൾക്ക് ഒരുമുണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തുന്നം പാടില്ലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം, പകയെടുത്ത വിഷം. അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോണം. തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസു,
കൺമുന്നിൽ നിന്ന് എന്നെ അകറ്റിയാലും നിന്റെ മനസ്സിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റുമോ? മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ച പന്താടുന്ന മനസ്സിൽ ഇനിയും പകയും വാശിയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമളയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ? മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്ന് നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവണം. ഓളെന്തു പറഞ്ഞു? അവൾ എന്റെ നബീസു അല്ലേ? വരും. നീ വാ. കള്ള പന്നികളെ ഓളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണല്ലേ? നീ തല്ലി ഈ പന്നി വീണ്ടതൊരു വർഗീയ ലഹളയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിലെ ഓനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മാറ്റുന്നു. ഞാന് മാറ്റി സൈഡാക്ക്. വാ. അങ്ങനെ ആർക്കും സംശയം വേണ്ട. ഉമ്മ എന്തേ രാത്രിയില്? നിങ്ങൾ വരി, ഒരു കാര്യം കാണിച്ചു. നബീസു, ഈമ്മ, നീയാണ് ആദ്യം കാണേണ്ടത്. വരി. നോക്കി. പടച്ചോൻ വലിയവനാ. എത്ര സാമർഥ്യക്കാരനായാലും അപം കെണി ഒരിക്കാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. ഇവരി ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി. നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരുമെന്ന് ചെറിയ മാമയ്ക്ക് അറിയാം. കണ്ടല്ല? എവിടെ പോയിരുന്നടി പാതിരാക്കി? പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ലാന്ന് കരുതിയാ? സത്യം പറ, ഓൻ വിളിച്ചിട്ടല്ലേ ഈ എവിടെ പോയത്? കണ്ടത് ദുസ്വപ്നമാവട്ടെ, കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, സത്യാണോ? അതെ. എന്റെ പടച്ചോനെ, അന്നവനെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല. എത്ര നാളായി ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട്? കുറെ നാളായി. മോളെ, പൊടിക്കുപ്പി, ഞാൻ ആരാന്നറിയോ? കുഞ്ഞിനെ താഴെ വെക്കടാ. നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ. ഇവൾ എന്റെ കുഞ്ഞാ. ഇവളെ നബീസുനും കൊണ്ടുവനാ വന്ന്. മോളെ നബീസു, നബീസു, വേണ്ട, നിങ്ങളെ ചതിയനോ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടിയാ ഞാൻ. ഇപ്പോ വേണ്ട, എനിക്കിനി നിങ്ങളെ കാണണ്ട, എന്റെ മോളെ തൊടണ്ട. ഇനിയും പക തീർക്കല്ലേ? മോളുടെ പിറന്നാൾ ഒരുക്കി കാത്തിരിക്കും അവിടെ ഒരു അച്ഛനും അമ്മയും. എന്റെ വാക്ക് വിശ്വസിച്ച് ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാ ഞാൻ. ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം, ഇനി എന്റെ മുന്നിൽ വന്ന വീണ്ടും ആ കടും കഴിഞ്ഞാൽ ചെയ്യും. നബീസു, ഒരു പോർവിളിക്കുള്ള ശേഷിയൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ഈ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എന്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വൈര്യം കൊടുത്തുകൂടെ? അതോ ഓളെ കൊന്നിട്ടേ പോളൊന്ന് ബാസിയുണ്ട? ജാതി വേറെയാണെങ്കിലും സ്വന്തം മോനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടത്. ഇന്നലെ ആ മുന്താസ് മുറിന്ന് ഇറങ്ങി ഭരണ കണ്ടപ്പോ
ആരോടൊപ്പം വേണമെങ്കിലും പുറത്തോളൂ, പരാതിയില്ല. പക്ഷെ എന്റെ മോളെ ഇനി എന്നോടൊപ്പം കഴിയാൻ ഞാൻ വിടില്ല. പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പണയാധാരം കാശ് കൊടുത്തൊരു കുടുംബം താൻ കലക്കാന്ന് കരുതിയല്ലേ? അറിയോ, നബീസിനെ തെറ്റിക്കാൻ താൻ കരുവാക്കിയ പെണ്ണുണ്ടല്ലോ, മുണ്ടാസ്, ഓള് പൊളിച്ചോടിയിരിക്കുക. ആരുടെ കൂടെ? മതി, എന്റെ ജീവിതം തകർത്തു പോട്ടെ. ചിലപ്പോ കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നിരിക്കും. അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക്? കൂറുള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ. ഇങ്ങനൊരു അവസരത്തിൽ എന്റെ മുതലാളിയുടെ ഉണ്ട ചോറിന് നന്ദി കാണിച്ചാ പറ്റും. മുതലാളി പൊറുക്കണം. നീചന്മാർക്ക് വേണ്ടി കർത്താവിന് ഒറ്റുകൊടുത്ത യൂദാസിനെ ഓർത്തുപോയി ഞാൻ. മാറിക്ക. എല്ലാ നൂലാമാലകൾ ഉണ്ടാക്കിയത് ഇയാളാ. ആ കുരുക്കഴിക്കാൻ ഇയാള് തന്നെ വേണം. ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ. അർത്ഥം അറിയോ കുഞ്ഞുമുക്കാക്ക്? ഇല്ല. ഈശ്വരനും അള്ളാഹും ഈശോയും എല്ലാം ഒന്ന് തന്നെ. പിന്നെ എന്തിനാ ഒരു ദുഷ്ടന് വേണ്ടി വർഗീയലകൾ ഇളക്കി വിട്ടത്? മനസ്സുകൊണ്ട് ഞമ്മ നല്ലവനാണ്. പക്ഷെങ്കിപ്പോ ഞമ്മള് ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. ഞമ്മക്കൊന്ന് രക്ഷപ്പെടണം. എങ്കി വാ, വന്നല്ലേ മേറ്റ് പറയും. വാ. സാരമില്ല കുട്ടി, ജാതിയും മതവും ഒന്നും ഏക്കാതെ വന്നപ്പോഴാണ് അവർ ഈ പെൺകുട്ടികളെ ആയുധമാക്കിയത്. നബീസുവിന് മുന്താസ് സ്വന്തം കൂടപ്പറപ്പിനെ പോലെയായിരുന്നു. എന്നിട്ട് ഓക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ചെയ്തതല്ലോ, ഓളെ വശീകരിച്ച് ജയിപ്പിച്ചല്ലേ. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറുത്താൻ കൂടി ഉണ്ടായിരുന്നു അല്ലടാ? മനസ്സിൽ മാത്രമല്ല, ശരീരം മുഴുവനും പിടിവിടാതെ അതിപ്പോഴും എന്റെ ഒപ്പം ഉണ്ട്. ഇവള് വാങ്ങുകളെയും ചേർന്നാണ് എന്നെ ഈ നിലയിലാക്കിയത്. ആരുടെയൊക്കെയോ മനസ്സിന്റെ നന്മ കൊണ്ടോ പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ കാരുണ്യം കൊണ്ടോ കാര്യങ്ങൾക്ക് നേരെയായല്ലോ. ആശ്വസിക്കുക. എവിടെ നബീസും പൊടിമോളും? ഒന്നിനെ ആത്തേക്ക് വിടരുത്, നമ്മളെ ഏറ്റ്. എല്ലാവരും കൂടി എന്നെ തോപ്പിച്ചു അല്ലേ? ഇല്ല, ആ പടച്ചോൻ വിചാരിച്ചാലും ഈ ജമാല് തോക്കില്ല. ഇവനോട് അല്ലെങ്കിൽ ശവമായിട്ടായാലും എന്നെയും കൊണ്ട് ഈ ജമാൽ ഇവിടുന്ന് പോവും. അടുത്തേക്ക് വരല്ലേ? വന്ന കുഞ്ഞിനെ നമ്മൾ കൊല്ലും. വേണ്ട വേണ്ട, അടുത്തേക്ക് വേണ്ട, അടുത്തേക്ക് വരരുത്. അടുത്തേക്ക് വന്ന കുത്തി നമ്മൾ
സുട്ടി ആരില്ല, നിങ്ങൾ ഒരുമിച്ചില്ല, എനിക്കത് മതി. എന്തിനാടാ നിങ്ങൾ ഒരിക്കലും പെരിയരുത്. ആദ്യം അതല്ല, നിങ്ങളുടെ സ്നേഹമാണ് വലുത്. കുഞ്ഞുമാതു ആരില്ല പെങ്ങൾക്ക്. എടാ ഇവള് എന്റെ കൂടി പെങ്ങളല്ലടാ. മരണത്തിൻ മഞ്ചലിലേറി പോകുന്നു, ചിരി മാത്രം അറിയുന്ന കൂട്ടുകാരൻ, ജാതിക്കോമരം കലിതുള്ളും